Anand. So, you know, today is very special day for us because we are going to start the next chapter, that is statistics today. Okay. And so you can ask me, sir, when we will conduct this class test about the previous chapter surface area and volumes. Very soon. All of a sudden I will give you the date. I will not give you the date in advance. So please start the preparation on the same chat. And as I mentioned, I will conduct a live class test as in the form of a Viva. Okay. So all of a sudden. Okay. Now let me start this chapter statistics. Okay. And ഇനി എനിക്ക് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കറിയാം, തോമസ് സാർ നിങ്ങൾക്കൊരു മെസ്സേജ് തന്ന കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് നോട്ട് അയക്കാനുള്ള ടൈം ലിമിറ്റ് 4 മണിയാക്കി ചുരുക്കി. ഞാൻ നിങ്ങൾക്ക് 9 മണി വരെ തന്നിരുന്നു രാത്രി. അതിന് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചില കുട്ടികൾ എന്ന് വെച്ചാൽ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുന്ന കുട്ടികൾ എന്ന് നമുക്ക് അവരെ വിളിക്കാം. അവരെന്ത് ചെയ്യുന്നു, അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ പകലൊരു പ്രാവശ്യം വീഡിയോ കാണും, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വൈകുന്നേരം ഒന്നും കൂടെ കാണും. അങ്ങനെ മനസ്സിലായതിന് ശേഷം മാത്രം നോട്ട് എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് അതൊരു നിങ്ങൾക്ക് ഉള്ള ഒരു ആ ഒരു സാഹചര്യം നിങ്ങൾ എന്താ പറയുക മിസ്യൂസ് ചെയ്ത് 9 മണിക്ക് അയക്കാൻ പറഞ്ഞതുകൊണ്ട് 8:30 ആയപ്പം ആരുടെയെങ്കിലും നോട്ട് മേടിച്ച് എഴുതി വെറുതെ, അതൊന്നും നല്ല നടപടിയല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് തോമസ് സാറ് 4 മണിക്കുള്ളിൽ തന്നെ നോട്ട്, 3 മണിക്കുള്ളിൽ തന്നെ നോട്ട് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, വളരെ ഗൗരവമായിട്ട് കാണണം. ഇനി സപ്പോസ് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായില്ല, നിങ്ങൾക്ക് കുറച്ച് അധികം സമയം വേണമെങ്കിൽ യു ഹാവ് ടു കോൾ മീ ആൻഡ് ഇൻഫോം മീ. യു ഹാവ് ടു കോൾ മീ, ഡു നോട്ട് ടെക്സ്റ്റ് മീ. ഓക്കെ, എനിക്ക് വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് മെസ്സേജ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. പ്ലീസ് ജസ്റ്റ് കോൾ മീ ആൻഡ് സേ ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ദീസ് വാട്സാപ്പ് മെസ്സേജസ്. യു ക്യാൻ ആസ്ക് മീ ഡൗട്ട് ഇൻ വാട്സാപ്പ്, നോ പ്രോബ്ലം, യു ക്യാൻ യൂസ് ദാറ്റ് പ്ലാറ്റ്ഫോം. ബട്ട് ഇതൊരു എനിക്കറിയാം, വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ കോൾ ചെയ്യുന്ന ഒരു മടിയില്ലല്ലോ, അതൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ എക്സ്ക്യൂസസ് വാട്സാപ്പിൽ കൂടെ പറയണ്ട. ആൻഡ് ഐ നീഡ് ടു ഹിയർ ദ എക്സ്ക്യൂസസ് ഫ്രം യുവർ പാരൻസ്, നോട്ട് ഫ്രം യു. ഓക്കെ, excuses in the sense, if you need to take an excuse, you have to inform your parents first and let them call me. I don't want any direct call from your side. You are just students. Okay, and without wasting much time, we are going to start statistics, shall we? Yes. So let us start with the silent prayer. And this chapter statistics is very important, very 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 interesting and very simple to learn. Okay, in 10th standard also, even statistics is very simple. In the sense, this kind of chapters everyone can easily learn. Everyone can easily score marks in this kind of chapters. So this is the importance of this chapter. This is the specialty of this chapter. This is the feature of this chapter. So statistics നിങ്ങൾ 8th പഠിച്ചത് തന്നെയാണ് ഇവിടെയും പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് ബൈ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. കാരണം എന്താ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, എവറിത്തിങ് വി ഹാവ് ലേൺഡ് ഇൻ 8th standard. So let us solve exercise by exercise directly. That means I am going to start not the first exercise, because first exercise is an unwanted thing. It consists of few activities. Leave it. We are going to start from the exercise 14.2, second exercise of this chapter. I am not going to give any introduction. I am not going to give you any we are not going to discuss any introductory part. We are going to start the exercise directly. So by discussing the question in that exercise, we are going to learn the concept, because we have learned the concept in 8th standard. No? That's it. So shall we come with me? അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഒരു നവംബർ പകുതിയോടുകൂടിയൊക്കെ ഈ ചാപ്റ്റർ, അതിന് മുമ്പ് നവംബർ പകുതിയോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. നവംബർ പകുതി മുതൽ നവംബർ ലാസ്റ്റ്, I think by the first week of December, I think we could complete this textbook, 9th standard March. And I think from mid of December onwards we could start 10th standard. You may understand the series now. That means you are approaching to 10th standard. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നത്. So we are going to start exercise 14.2. See, exercise 14.2, first question. We are not going to solve all questions. I have filtered a few questions. We will solve that question. Okay, exercise 14.2, first question. The blood groups of 30 students of class 8 are recorded as follows. Blood groups of 30 students of class 8 are recorded as follows. That means strength of the class 8 is 30. So ആ 30 കുട്ടികളുടെയും ബ്ലഡ് ഗ്രൂപ്പാണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ കുട്ടീൻ്റെ A, രണ്ടാമത്തെ കുട്ടീൻ്റെ B, മൂന്നാമത്തെ കുട്ടീൻ്റെ O,
നാലാമത്തെ കുട്ടീൻ്റെ ഒ, അഞ്ചാമത്തെ കുട്ടീൻ്റെ എ ബി, ആറാമത്തെ കുട്ടീൻ്റെ ഒ, അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തേക്കാം. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ, ദീസ് ആർ ബ്ലഡ് ഗ്രൂപ്പ്സ്. പ്രോബ്ലം നോ. റെപ്രസെൻറ്റ് ദിസ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. നിങ്ങൾ ഈ ഡാറ്റേനെ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഡാറ്റേനെ ഒരു റെപ്രസെൻറ്റ് ദിസ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റേനെ നിങ്ങളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാക്കി മാറ്റുക. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് കുറച്ച് കുട്ടികൾക്ക് അറിയുള്ളൂ. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി, എയ്ത്തിൽ നന്നായി അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരും. നമ്മളിത് ചെയ്യും. ക്വസ്റ്റ്യൻ നോ പ്രോബ്ലം ഇൻ ദാറ്റ്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് വിച്ച് ഈസ് ദ റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് എമംഗ് ദീസ് സ്റ്റുഡൻസ്. അത് ആ രണ്ടാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ ആദ്യം നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരച്ചതിന് ശേഷം ആൻസർ ചെയ്യേണ്ടതാണ്. സോ ഷാൾ വി draw a frequency distribution table based upon this data. So represent this data in the form of a frequency distribution table. അതായത് ആ ടേബിൾ മാത്രം വരച്ചാൽ അത് നമ്മൾ ഗ്രാഫ് ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. So shall we? Okay. So we are going to draw frequency distribution table. So first of all, in order to draw frequency distribution table, we need a table with 3 columns. How many columns? With 3 columns. You're supposed to draw table with by using your scale and pencil and everything instruments. Okay, frequency distribution table ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ 3 കോളം വേണം. അത് എല്ലാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും വേണം. ഇനി ഫസ്റ്റ് കോളം ഡാറ്റ. ഇറ്റ്സ് എ ജനറൽ നെയിം ഫോർ എവറി ഫ്രീക്വൻസി പോളിഗൺ. For every frequency distribution table you can use this naming. Data, first column is data, second column is tally, ഇനി തേർഡ് കോളം ഈസ് ഫ്രീക്വൻസി. ഓക്കെ, ശരിക്കും ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡാറ്റയ്ക്ക് പകരം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് എഴുതും. യു ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് ഹിയർ ദ ഡാറ്റ ഈസ് ബ്ലഡ് ഗ്രൂപ്പിനും. അപ്പോൾ അങ്ങനെ എഴുതാം. പക്ഷേ ഡാറ്റ ടാലി ഫ്രീക്വൻസി എന്ന് എഴുതുമ്പോൾ ഉള്ളൊരു മെച്ചം, അല്ലെങ്കിൽ ഞാനിത് എഴുതാനുള്ള കാരണം, ഇത് ഡാറ്റയും ടാലിയും ഫ്രീക്വൻസി എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആണ്. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഈ ഡാറ്റ എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോളൂ എന്ത് ബ്ലഡ് ഗ്രൂപ്പ്, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഓക്കെ, എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പുകൾ എഴുതുക. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത്? എ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ എ ഒരുപാട് പ്രാവശ്യം ഉണ്ടാവും. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഒക്കെ എ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ഡാറ്റയിൽ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം എഴുതുള്ളൂ. അവിടെ എ ഉണ്ട്, അതുകൊണ്ട് എ ഒറ്റ പ്രാവശ്യം എഴുതി. പിന്നെയും എ പല പ്രാവശ്യം ഉണ്ടെന്ന് വിചാരിച്ച് 3-4 എ എഴുതേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം ഡാറ്റയിൽ യു ആർ സപ്പോസ് ടു റൈറ്റ് ദ ഡാറ്റ 1 time. യു ആർ നോട്ട് സപ്പോസ് ടു റിപ്പീറ്റ് ദ സെയിം ഡാറ്റ അഗെയിൻ. എനഫ് എ. പിന്നെ അടുത്ത ഡാറ്റ ഏതാ? പിന്നെ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ്, ബി ഉണ്ട്. പിന്നെ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ ഉണ്ട്. പിന്നെ വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എയും ബി ഒ ആയി. പിന്നെ ഏതാണ്? എ ബി. ഇതിന് തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലേ? ഇങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് അതിൽ ഉള്ളത്. ഓക്കെ, എനഫ്. ഇനി ടാലി. വാട്ട് യു മീൻ ബൈ ദിസ് ടാലി? ഹൗ മെനി ടൈംസ് യു ക്യാൻ സി ബ്ലഡ് ഗ്രൂപ്പ് എ ഇൻ ദിസ്. അതാണ് ടാലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര എ ഉണ്ട്? 1 അല്ലേ? 1. പിന്നെയോ? അപ്പോൾ ഒരു എ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ടാലി മാർക്ക് ചെയ്യുക. 1. ദെൻ പിന്നെ അടുത്തത് വീണ്ടും ഒരു അല്ലേ? അപ്പോൾ 2. അങ്ങനെ കാണുമ്പോൾ ടാലി മാർക്ക് ചെയ്യണം. അതാണ് റൂള്. ഇനി അഥവാ അവസാനം ഒരുമിച്ച് മാർക്ക് ചെയ്താലും മതി. 1 2 3 4 5. ചെറിയ തെറ്റ് ചിലപ്പോൾ സംഭവിച്ചേക്കാം. 6 7. കാരണം ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിട്ടു പോവാം. 8 9. ഐ തിങ്ക് 9 A's ആർ ദെയർ. 9 A's. സോ 9 A എന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ ടാലി മാർക്ക് ചെയ്യുന്ന അറിയാം? 1 2 3 4. പിന്നെ 5 ഇങ്ങനെയല്ല, ഇങ്ങനെ കട്ട് ചെയ്യണം. 5 then 6 7 8 9. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഓക്കെ, എന്നിട്ട് ഫ്രീക്വൻസിൻ്റെ സ്ഥാനത്ത് 9 എഴുതുക. അപ്പോൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എ ബ്ലഡ് ഗ്രൂപ്പുള്ള 9 കുട്ടികളുണ്ട്. അതാണ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എ ബ്ലഡ് ഗ്രൂപ്പുള്ള എത്ര കുട്ടികളുണ്ട്? 9 കുട്ടികൾ. സോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഹൗ മെനി ടൈംസ് ദാറ്റ് എ റിപ്പീറ്റഡ്, അതാണ് ഫ്രീക്വൻസി. അതായത് എ ബ്ലഡ് ഗ്രൂപ്പുള്ള എത്ര കുട്ടികളുണ്ട് അത് ഫ്രീക്വൻസിയിൽ നിന്ന് മനസ്സിലാവും. അത് തന്നെയാണ് ടാലിയും. ടാലി നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ബി. ഓക്കെ, അപ്പം ഇങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കൺക്ലൂഷൻ ഫോം ചെയ്യാൻ എളുപ്പമാണ്. എ ബ്ലഡ് ഗ്രൂപ്പുള്ള എത്ര കുട്ടികളുണ്ട്? 9. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൺക്ലൂഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പുള്ള എത്ര കുട്ടികളുണ്ട്? എണ്ണ. ഷാൽ വി കൗണ്ട് ദറ്റ്? 1 അല്ലേ? 1 B 2 3 4 then 5 1 2 3 4
5. സോ 5. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത് ഓ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇങ്ങനെ എല്ലാം ചെയ്തു തരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾക്ക് ഹിൻഡ് ഇട്ട് തരുള്ളൂ. ഇനി അടുത്ത ഓയാണ് 1 2 3 4 5 6 7 8 9 10 11 12. സോ 12. 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെയാണ് എഴുതുക. അണ്ടർസ്റ്റാൻഡ്? ദെൻ എ ബി എത്രയുണ്ട്? 1 2 3 ഉണ്ട്. യെസ്, 3. സോ 1 2 3. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ഈ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്ത് വെക്കുക. ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്യുമ്പം എത്ര കിട്ടും നോക്കിയാൽ നിങ്ങൾ? 15 20 29. 12 3 15 15 5 20 29. അപ്പം തെറ്റാണ്. നമ്മളെവിടെയോ അബദ്ധം പറ്റിപ്പോൾ. എന്താണെന്നറിയോ? ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കുട്ടികളുടെ എണ്ണമാണല്ലോ. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കിട്ടിയാൽ കുട്ടികളുടെ മൊത്തം എണ്ണം കിട്ടണ്ടേ. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക ശരിയാണോ എന്ന്. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ എവിടെയാണ് തെറ്റ് പറ്റിയെന്ന്. ഓക്കെ, കാരണം ഒരു ബി കൗണ്ട് ചെയ്യാൻ വിട്ടുപോയി, അതാണ് പറ്റിപ്പോയത്. ബി 6 ഉണ്ടായിരുന്നു, അങ്ങനെ 6 ആയി. അപ്പോൾ കറക്റ്റ് ടോട്ടൽ തീറ്റി. ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന്. ഓക്കെ, ഇതാണ് ദിസ് ഈസ് വാട്ട് ഈസ് യുവർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ യു ക്യാൻ റൈറ്റ് എസ് എ ഹെഡ്ലൈൻ. യു ആർ സപ്പോസ് ടു റൈറ്റ് ദ ഹെഡ്ലൈൻ ഫസ്റ്റ്, frequency distribution table. Okay, then we can answer for the given question, which is the most common and which is the rarest blood. So the most common blood group is ഏതാ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്? O അല്ലേ? ഇതിനല്ലേ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. സോ O is the blood group which is most common and most rarest. തീരെ കാണാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? തീരെ ഫ്രീക്വൻസി കുറഞ്ഞത് AB. In this way we can answer the questions. You may understood, no? Okay, so this is the way how to form frequency distribution table. So I'm going to solve the third question. Okay, so as I said, I'm not going to solve the question completely. I will give you hints and you have to do the remaining portion of homework, and while you are uploading I need to see the remaining portion also. Okay, the relative humidity in percentage of a certain city for a month of 30 days as follows. Okay, അതായത് ഓരോ ദിവസമുള്ള ഹ്യൂമിഡിറ്റീൻ്റെ അളവാണ് തന്നിരിക്കുന്നത്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം എന്ന് പറയാം നമുക്ക്. ഇതാണ് ഓരോ ദിവസത്തിലുള്ള എത്ര ദിവസത്തെ 30 ദിവസം. അതായത് ഇപ്പം നല്ല മഞ്ഞുള്ള ദിവസമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹ്യൂമിഡിറ്റി സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം 98.1% മഞ്ഞുണ്ടായിരുന്നു അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇത്ര. അങ്ങനെ ഒരു മാസത്തിൽ ഓരോ ദിവസവും കണ്ട ഹ്യൂമിഡിറ്റീൻ്റെ അളവാണ് ഈ തന്നേക്കുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ കൺസ്ട്രക്ട് എ ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ക്ലാസ്സസ്. യെസ്, നിങ്ങൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്, അല്ലാണ്ട് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ല, ജസ്റ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഫോം ചെയ്യുക. ഇനി ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് ഫോം ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഡാറ്റയെ പല ക്ലാസ് ആയിട്ട് മാറ്റും. ഉദാഹരണത്തിന് 0, 5, 5 to 10 അങ്ങനെ. ഇനി വെറും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ ഈ ഡാറ്റേൻ്റെ സ്ഥാനത്ത് ക്ലാസ്സുകൾ ഉണ്ടാവില്ല, ഇങ്ങനെ സിംഗിൾ ഐറ്റംസേ ഉണ്ടാവുള്ളൂ. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ. ഇനി ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ ഗ്രൂപ്പ് വേണം, അതായത് ഈ ഡാറ്റയ്ക്ക് പകരം ഗ്രൂപ്പുകളായിരിക്കും. ലൈക്ക് 0, 5 അല്ലെങ്കിൽ 5, 10 അങ്ങനെ. 0, 5 ആണെങ്കിൽ അടുത്തത് 5, 10 ആയിരിക്കണം, അടുത്തത് 10, 15 ആയിരിക്കണം, അടുത്തത് 15, 20 ആയിരിക്കണം. അങ്ങനെ. ഇനി സപ്പോസ് 0, 10 ആണെങ്കിൽ 0, 10, 10, 20, 20, 30 അങ്ങനെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിവിടെ ഫോം ചെയ്യേണ്ടത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. അതിൻ്റെ ക്ലാസ്സസ് തന്നിട്ടുണ്ട്. അവർ ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 84, 86, 86, 88. സപ്പോസ് ഇങ്ങനെ ക്ലാസ്സസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ലാസ്സുകൾ എടുക്കാം. ലൈക്ക് ഇപ്പം 80, 85, 85, 90 അങ്ങനെയൊക്കെ എടുക്കാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 84, 86, 86. ഇപ്പം ഏത് വാല്യൂ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാം? ഇവിടെ 84 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ? ഇതിൽ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റി ഏതിൽ നിന്നായിരിക്കും? 84ൻ്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് 84 നിന്ന് തുടങ്ങിയത്. മനസ്സിലായോ? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് വേണ്ടത്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന ക്ലാസ്സാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ഇവരെടുത്തത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. 84 എന്ന് ഇവർ ക്ലാസ് എടുക്കാനുള്ള കാരണം ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത് തരാം. ഇപ്പോൾ 84.9 ഉണ്ട്. ഈ 84.9 ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് 84 നിന്ന് അവർ തുടങ്ങിയത്. ഉദാഹരണത്തിന് 84.9 ഉണ്ട്, നിങ്ങൾ 90 നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഇത് ഉൾക്കൊള്ളുമല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ തുടങ്ങിയത്. ഓക്കെ, ഇനി ക്ലാസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, പക്ഷേ ക്ലാസ് തന്ന സ്ഥിതിക്ക് അതേ ക്ലാസ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ,
ഇനി അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പറയാം. പിന്നെ ആദ്യം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ക്ലാസ്സസ് ഫോം ചെയ്തതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം തരാം. ഓക്കെ, ഷാൾ ബി? യെസ്. സോ നമ്മളിവിടെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുക്കുന്നു. ക്ലാസ്സസ് ഏതിൽ നിന്ന് 84, 86 ഇതിൽ നിന്ന് ആസ്പദമാക്കിയിട്ട്. ഓക്കെ, ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഡാറ്റ എന്നാണ് എടുത്തത് അല്ലേ, പക്ഷേ നമ്മളിവിടെ ക്ലാസ്സസ് എന്നെടുക്കണം. കാരണം ഇത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്, അല്ലാണ്ട് എന്തല്ല, വെറും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ല. അതുകൊണ്ട് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് ആണ് തുടങ്ങുക ഡാറ്റയ്ക്ക് പകരം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാലി ഫ്രീക്വൻസി ഇങ്ങനെ വന്നു. ഓക്കെ, ഓക്കെ. ഇതാണ് ഫസ്റ്റ് ടേബിളിൻ്റെ ഒരു ഔട്ട്ലൈൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഡാറ്റയ്ക്ക് പകരം ക്ലാസ്സസ് കൊടുത്തു. ഓക്കെ, ഇനി അവർ പറഞ്ഞ ക്ലാസ്സസ് എടുക്കാം. 84, 86, ദെൻ 86, 88, ദെൻ 88, 90, ദെൻ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. 84, 86 എത്ര ഡിഫറൻസ് വന്നു? 2. അതേ ഡിഫറൻസ് തന്നെയായിരിക്കണം എല്ലാ ക്ലാസ്സിലും. 86 to 88 2 അല്ല ഡിഫറൻസ്, 88 to 92 അല്ല ഡിഫറൻസ്. ഒരേ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡിഫറൻസ്, ഈ പറയുന്നതൊക്കെ കോൺസെപ്റ്റ് ആട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തരാമെന്ന്. അപ്പം ക്ലാസ്സസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്ലാസ്സിൻ്റെയും ഡിഫറൻസ്, അതിൻ്റെ അതിന് വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ എന്നാണ് പറയുക. അതായത് ഒരു ക്ലാസ് ഇൻ്റർവലിൻ്റെ ഡിഫറൻസ് ഇവിടെ എത്രയാണ് ഡിഫറൻസ്? 84 to 86 എത്ര ഡിസ്റ്റൻസ്? 85, 86, 2. അപ്പോൾ 2 ആണ് ഇവിടുത്തെ ക്ലാസ് വിഡ്ത്ത്. ഇവിടുത്തെ ക്ലാസ് വിഡ്ത്തും 2 ആണ്, ഇവിടുത്തെ ക്ലാസ് വിഡ്ത്തും 2 ആണ്. ആ ഡിഫറൻസിനെയാണ് എല്ലാ ക്ലാസ്സിൻ്റെയും ഡിഫറൻസ് അഥവാ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സെയിം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 to 86 84 is known as lower limit and 86 is known as upper limit. In 86 and 88, 86 is known as lower limit and 88 is known as upper limit. You may understood, no? Yes. ഇനി അടുത്തത്, ഇവിടുത്തെ അവസാനിക്കുന്ന നമ്പർ ഏതാണോ അതിൽ വേണം അടുത്തത് തുടങ്ങാൻ. ഇവിടെ 86-ലല്ലേ അവസാനിച്ചത്, അടുത്തത് 86-ൽ തന്നെ തുടങ്ങണം. ഇവിടെ എത്രയല്ലേ അവസാനിച്ച്? 88-ൽ തന്നെ അടുത്ത് തുടങ്ങണം. അപ്പോൾ അടുത്തതിൽ ഇവിടെ അവസാനിച്ച 90, അടുത്ത എന്തിനാ 90 തന്നെ. സപ്പോസ് അങ്ങനെ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചില ടേബിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും, ഇങ്ങനെ തുടങ്ങണം. ഓക്കെ, അതാണ് അതിൻ്റെ റൂള്. ഇനി നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം എന്താണെന്ന് ശ്രദ്ധിക്കുന്നത്, ഇവിടെ അവസാനിക്കുന്ന ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏതാണോ അതായിരിക്കണം അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏതാണോ അതായിരിക്കണം അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ്. ഓക്കെ, ഇനി 90, 92 എത്രയാണ് അവസാനിക്കുന്നത്? എങ്ങനെയാണ് ഇതെങ്ങനെ എത്ര വരെ എഴുതാം, എത്ര വരെ എഴുതണം എന്നെങ്ങനെ അറിയാം? ഇതിലേറ്റവും വലിയ വാല്യൂ എത്രയാണ് നോക്കുക, ഇതിലേറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ് നോക്കുക. നിങ്ങൾ നോക്കിയേ, 98.6, 99ഒക്കെയാണ് അല്ലേ, 99.2 ഉണ്ട് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു 100 വരെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. 90, 92, 94, 94, 96, ദെൻ 96, 98, ദെൻ 98, 100. അത്രയും മതി, 100 വരെയാണ്. 100ൻ്റെ അങ്ങോട്ട് നമ്പർ പോകത്തുണ്ട്, ഇത്രയും മതി. അങ്ങനെയാണ് തീരുമാനിക്കുക. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 84 to 86 ഏതൊക്കെ നമ്പേഴ്സാണ് ഈ ക്ലാസ്സിൽ വരിക എന്നറിയോ? 84 വരും, 85 വരും, 86 ഈ ക്ലാസ്സിൽ വരില്ല, അത് അടുത്തതിലാണ് വരിക. 84 to 86 എന്ന് പറഞ്ഞാൽ 86 ഇവിടെ എക്സ്ക്ലൂഡഡ് ആണ്. 86 ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ 86 to 88 ഏതൊക്കെ നമ്പേഴ്സാണ് വരിക? 86 വരും, 87 വരും. 88 ഈ ക്ലാസ്സിൽ വരുമോ? ഇല്ല, അത് അപ്പർ ലിമിറ്റായിട്ട് എഴുതിയെന്നുള്ളൂ. ഈ 88 ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് അല്ല. 88 ഏത് ക്ലാസ്സിലാണ് വരുന്നത്? അടുത്ത ക്ലാസ് ഗ്രൂപ്പിലാണ്. അതായത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. 84 to 86 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 to 86 ഏതൊക്കെ നമ്പേഴ്സാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? 84, 85 വരെ. 86 ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. 86, 87 ആണ് ഈ ക്ലാസ്സിൽ വരിക. ഈ ക്ലാസ്സിൽ 88 വരുമോ? ഇല്ല. അതായത് അപ്പർ ലിമിറ്റുകളൊന്നും അതാത് ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടില്ല, തൊട്ടടുത്ത ക്ലാസ്സിലാണ് വരിക. ഉദാഹരണത്തിന് 90, 92 ഏതൊക്കെ നമ്പേഴ്സ് വരിക? 90, 91. 92 ഈ ഗ്രൂപ്പിൽ ഈ ക്ലാസ്സിൽ പെടും? ഇല്ല. 92 അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുക. 92, 93 അടുത്ത ക്ലാസ്സിൽ വരും. 94 ഇവിടെ പറ്റൂ? ഇല്ല. 94 തൊട്ടടുത്തതിൽ. അങ്ങനെയാണ് പോവുക. ഇനിയിപ്പം ഇതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് എന്തിനാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു തന്നത്, അതാണ് അതിൻ്റെ റൂള്. അത് എന്തിനാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തരും. ഇനി 84 to 86 എത്ര നമ്പേഴ്സ് ഉണ്ട്? അതായത്
84ൻ്റെയും 86ൻ്റെയും ഇടയിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 84ൻ്റെ 86ൻ്റെ ഇടയിൽ നിന്ന് പറയുമ്പം 84 ഉൾക്കൊള്ളും, 85 ഉൾക്കൊള്ളും, പക്ഷേ 86 ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് നിങ്ങൾ നോക്കിയതിൽ 84ൻ്റെയും 86ൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 86 വരാനും പാടില്ല, 84 85 ഒക്കെ പെടും. ഓക്കെ, നോക്കി നിങ്ങളൊന്ന് ഞാൻ റൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ റൗണ്ട് ചെയ്ത് ഒരൊറ്റ നമ്പറുള്ളൂ 84 84 86 ക്ലാസ്സിൽ അല്ലേ. 84 86ൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ 84.9 മാത്രമേ ഉള്ളൂ. യെസ്. അപ്പോൾ ടാലി എത്ര നമ്പർ ഉണ്ട്? 1. ഒരു നമ്പറേ ഉള്ളൂ, അതിൻ്റെ ഫ്രീക്വൻസി 1. എത്ര ഉണ്ട്? 1. അതിൻ്റെ ടാലിയാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി സപ്പോസ് 86 എന്ന് പറയുന്നൊരു നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് ഇവിടെ ഒരു 86 89 കഴിഞ്ഞിട്ട് 86 കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ 86 എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ക്ലാസ്സിൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പേഴ്സൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളോട് ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. 84.9 എങ്ങനെയാണ് വരികയെന്ന്. അതായത് 84നും 84 ഇൻക്ലൂഡഡ് ആണ്, 85 ഇൻക്ലൂഡഡ് ആണ്, 84 85ൻ്റെ ഇടയിലുള്ള എന്തും ഇൻക്ലൂഡഡ് ആണ്. 84.9 84 85ൻ്റെ ഇടയിലല്ലേ. എന്തുമാത്രം ഇൻക്ലൂഡഡ് അല്ല ഈ ക്ലാസ്സിൽ? 86 മാത്രം. അതായത് ഇവിടെ 86 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ 86ൻ്റെ ടാലി ഇവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല. ആ 86 എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടി വരും ആ നമ്പർ. ഇവിടെ 86 ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? 86 ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 86 ഇതിൽ പെടില്ല. 86 എന്നുള്ള നമ്പർ അവിടെ ഉണ്ടെങ്കിൽ അത് ഈ ക്ലാസ് ഗ്രൂപ്പിൽ പെടില്ല. കാരണം ഇവിടെ 84 മുതൽ 84 പെടും, 85 വരും. 84ൻ്റെ 85ൻ്റെ ഇടയിൽ പോയിൻറ്റുകൾ 84.1 84.2 84.3 അങ്ങനെ ഒരുപാട് നമ്പർ ഉണ്ട്, അതൊക്കെ പെടും. പക്ഷേ 86 പെടില്ല. മനസ്സിലായോ? ഇനി വേറെ കാര്യങ്ങൾ പറയട്ടെ. 86ൻ്റെ തൊട്ട് മുമ്പുള്ളത് വരെ പെടും. അതായത് 84 പെടുമെന്ന് പറഞ്ഞു, 85 പെടുമെന്ന് പറഞ്ഞു, 84 85ൻ്റെ ഇടയിൽ ഒരുപാട് നമ്പർ അതും പെടും. ഇനി 85.1 പെടും, 85.2 പെടും, 85.3 പെടും, 85.4 പെടും, 85.9 വരെ പെടും. പക്ഷേ 86 പെടില്ല. അത്രയാണ് പറഞ്ഞുള്ളൂ. ഇനി 86 to 88 ഏതൊക്കെ നമ്പർ ഉണ്ട് നോക്കാം. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ. 86 to 88 അതും ഒരൊറ്റ നമ്പറേ ഉള്ളൂ, 86.5 അല്ലേ. ഇപ്പോൾ ഒറ്റ നമ്പറേ ഉള്ളൂ, 1 ഒറ്റ നമ്പറേ ഉള്ളൂ. ഇനി സപ്പോസ് ഇതിലൊരു 88 എന്ന് പറഞ്ഞ നമ്പർ ഇൻക്ലൂഡഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ 88 നിങ്ങൾ എവിടെ കൗണ്ട് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ ആ 88 കൗണ്ട് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് 2 ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 88 എന്ന് പറയുന്ന നമ്പർ ഇതിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 88 അടുത്തതിലാണ് വരിക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിങ്ങനെ പ്രൊസീഡ് ചെയ്യാം. അവസാനം ഈ ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾ എഴുതി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണം? മൊത്തം എത്ര ഡേയ്സ് ഉണ്ട്? 30 ഡേയ്സ് ഉണ്ടെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ദിവസങ്ങളുടെ എണ്ണ. അതായത് 84ൻ്റെയും 86ൻ്റെയും ഇടയിൽ എത്ര 84ൻ്റെ 86ൻ്റെ ഇടയിൽ ഹ്യൂമിഡിറ്റി വരുന്ന ദിവസങ്ങളുടെ എണ്ണമാണിത്. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയാൽ 30 കിട്ടണം. അങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക. സ്വന്തമായി ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു കാര്യമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 93.3 എന്നൊരു നമ്പറുണ്ട്. അത് ഏത് ഗ്രൂപ്പിലായിരിക്കും വരിക? 93.3 ഈ ഗ്രൂപ്പിലാണ് വരിക. ഈ ഗ്രൂപ്പിൽ എവിടം വരെ ഏതൊക്കെ നമ്പറുണ്ട്? 93.3 ഈ ഗ്രൂപ്പിലാണ് വരിക അല്ലേ. ഇവിടെയാണ് 93.3 എന്ന് പറയുന്ന നമ്പർ ഈ ഗ്രൂപ്പിലാണ് വരിക. കാരണം എന്താ? ഈ ഗ്രൂപ്പിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 92 ഉണ്ട്, 93 ഉണ്ട്, 94ൻ്റെ തൊട്ട് പുറകിൽ വരെ ഉണ്ട്. 94 അതായത് 92 വരാം, 93 വരാം, ആ 92ൻ്റെയും 93ൻ്റെ ഇടയ്ക്കുള്ള പല നമ്പറുകൾ വരാം. പിന്നെ 93 മുതൽ 94ൻ്റെ തൊട്ട് പുറകെ, അതായത് 93.1 93.2 93.3 93.4 93.5 93.6 93.7 93.8 93.9 വരെ ഇവിടെ വരാം. 94 വരാൻ പറ്റില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് നിങ്ങൾക്കപ്പം നമ്മുടെ ഇത് കിട്ടുക. ടാലി ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ബാക്കിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ആൻസർ ഫോർ ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. വിച്ച് മന്ത് ഓർ സീസൺ ഡു യു തിങ്ക് ദിസ് ഡാറ്റ ഈസ് അബൌട്ട്? ഈ ഡാറ്റ ഏത് മാസത്തെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വന്നത് ഏതാണ്? 7. അതായത് 96% to 98% ഹ്യൂമിഡിറ്റി വരുന്ന ദിവസങ്ങളാണ് കൂടുതൽ. കാരണം അതിൻ്റെ ഫ്രീക്വൻസിയാണ് കൂടുതൽ.
അതായത് 96% മുതൽ 98% വരെ ഹ്യൂമിഡിറ്റി വരുന്ന ദിവസമാണ് കൂടുതൽ എന്ന് പറയുമ്പം 96 to 98 ഹ്യൂമിഡിറ്റി, അതായത് 96% 98%ഉള്ള ഹ്യൂമിഡിറ്റി വരുന്ന ദിവസങ്ങൾ കൂടുതൽ, അതായത് ഈർപ്പമുള്ള ദിവസങ്ങൾ കൂടുതൽ, അതായത് മഴക്കാലമായിരിക്കില്ല. മഴക്കാലത്തല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ അന്തരീക്ഷത്തിൽ ഈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവുക. അപ്പം 96 മുതൽ 98% അത്രയും വാട്ടർ കണ്ടൻറ്റ് ഉള്ള ദിവസങ്ങളാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം റെയിനി സീസണാണ് വരിക. ഓക്കെ, ദെൻ ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ? ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദ റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ? റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ എന്ന് പറയുന്നത് ഒന്നുമില്ല. റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. ഇതിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഏതാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ? റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഏതാ? ഓക്കെ, റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും തന്നിരിക്കുന്ന ഡാറ്റാസിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഏതാ? 99.2 ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മൈനസ് ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഏതാ? അതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് 99.2 ആണ്. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് അങ്ങനെയാണ്. ഓക്കെ, ഇനി ഏറ്റവും ചെറിയത് ഏതാണെന്ന് നോക്കുക. അത് നമ്മൾ ഒബ്വിയസ്ലി ആദ്യം മാർക്ക് ചെയ്ത് 84.9 ആയിരിക്കും. സോ 99.2 84.9 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് റേഞ്ച്. റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സർവേഷൻ മൈനസ് ദ സ്മോളസ്റ്റ് ഒബ്സർവേഷൻ വിൽ ഗിവ് യു റേഞ്ച്. So answer will be what? 14.3 will be the range. And this is a homework for you. 8th question. So we have discussed this question completely. First question. Then we have discussed this question 60% and 70% I have discussed, and the remaining things you have to complete. Okay, and this is the homework. Okay, this 8th question you must do it as homework. After completing your homework, you must check the backside answer and you have to make sure your answer is correct or not. This is your question. Do it as homework. Okay, and when you upload, I have to see this homework. If you fail to upload your homework, I will take the punishment. Punishment in the sense I know how to make you do this question. Otherwise I know how to I will tell you to I will inform you to reach in school in the very next day. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, 8th question. Okay, so what we have completed the first exercise. I'm only selected this question only from that exercise, and all the remaining question we can easily solve out. So let us focus on these 3 questions, and 3rd question is homework. You have to 8th in the sense 8th question which I given just now. It's a homework, and just practice well. Do not consider the statistics as a very simple chapter. You have to give importance to this chapter. Okay, and practice well, do your work, and practice for your chapters or for the volume also. Thank you. Stay safe.